ഇടുക്കി പെരുവന്താനത്താണ് കൊമ്പൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. നെല്ലിവിള പുത്തൻവീട്ടിൽ സോഫിയ ഇസ്മായിലാണ് മരിച്ചത്. TR&T എസ്റ്റേറ്റിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാണ്ട്. രാഹുൽ, ഇടുക്കിയിൽ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഇപ്പോഴുള്ള വിവരങ്ങൾ? ഇടുക്കി പെരുവന്താനത്താണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിൽ എന്ന് പറയുന്ന സ്ത്രീയാണ് മരിച്ചത്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. TR&T എസ്റ്റേറ്റിലാണ് ഈ കാട്ടാന ആക്രമണം നടന്നിരിക്കുന്നത്. പുഴയിൽ കുളിക്കാനായി പോയപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായിരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് സ്ഥിരമായിരുന്നു. വനമേഖലയോട് ചേർന്ന ഒരു എസ്റ്റേറ്റ് കൂടിയാണ് ഈ TR&T. അവിടെ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതവണ ഈ കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം വനം വകുപ്പ് നടത്തിയിട്ടും അത് പ്രാവർത്തികമായിരുന്നില്ല. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ രാഹുൽ, നിരന്തരം ഇങ്ങനെ കാട്ടാന ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ മറ്റ് മുൻകരുതൽ പ്രതിരോധ നടപടികളൊന്നും എടുത്തിട്ടില്ലേ? വനം വകുപ്പിന്റെ കാവലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വനം വകുപ്പിന്റെ ഇടപെടൽ, ഉദ്യോഗസ്ഥരുടെ ഇടപെടലോ ഉണ്ടായിട്ടില്ലേ അവിടെ? ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പ്രാദേശികമായി നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പലതവണ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഈ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. നേരത്തെ പണ്ട് ഒരിക്കലും ഒരു വിഷ്വൽ വന്നതായി പറയുന്നത് ഈ റബ്ബർ ടാപ്പിങ്ങിന് പോയ തൊഴിലാളി കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ദൃശ്യമുണ്ട്. ആ എസ്റ്റേറ്റിലാണ് ഈ കാട്ടാന ആക്രമണം ഇന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ സ്ത്രീ കുളിക്കാനായി പുഴയിലേക്ക് പോകുന്നു, അവിടെ വെച്ച് കാട്ടാന ആക്രമിക്കുന്നു. അതിനുശേഷം പാറ ഇടുക്കിലേക്ക് ഈ സ്ത്രീയെ കാട്ടാന ചവിട്ടി കൊട്ടുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദാരുണമായ ഒരു സംഭവമാണ്, അതിക്രൂരമായ ആക്രമണമാണ്, കാട്ടാന ആക്രമണമാണ് ആ സ്ത്രീ നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു ജീവൻ കൂടി കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഇടുക്കി പെരുവന്താനത്ത് TR&T എസ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഗോപീഷ്, രാഹുൽ, നാട്ടുകാരെങ്ങനെയാണ് ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ആ പ്രദേശവാസികളെ സംബന്ധിച്ച് ഈ കാട്ടാന ആക്രമണം നിരന്തരം അവർ നേരിടുന്ന, അതായത് കാട്ടാനയുടെ ഭീഷണി നേരിടുന്ന പ്രദേശത്ത് കഴിയുന്നവർ എന്ന നിലയിൽ അവർ പലപ്പോഴായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടാകും, അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകാം. ഇതൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോയി എന്നൊക്കെയുള്ള പരാതി നാട്ടുകാർക്കുണ്ടോ? ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, സോഫിയ ഇസ്മായിലിന് ജീവൻ നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാരെങ്ങനെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത്? അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഗോപീഷൻ, പരാതിയും പ്രതിഷേധവും ഉണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മൃതദേഹം ഈ വനാതിർത്തിയോട് ചേർന്നുള്ള ആ പുഴയോട് ചേർന്നുള്ള പ്രദേശത്താണുള്ളത്. മൃതദേഹം എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്നത്. കാരണം ഈ സോഫിയ എന്ന് പറയുന്ന സ്ത്രീ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരാളായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ ഒരാളുടെ മരണം കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചതുകൊണ്ട് തന്നെ അവർ അതിന്റെ ഒരു ഞെട്ടലിലാണ്. അതുകൊണ്ട് പ്രതിഷേധ ഘട്ടത്തിലേക്ക് അവർ കടന്നിട്ടില്ല. വനംവകുപ്പിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട്. നാളെ സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. വൈകിട്ട് ഈ 6:45 ശേഷമുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ഇവർ ഈ ആന ആ പ്രദേശത്തുള്ളതായി കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ഈ സ്ത്രീ പോയിരുന്നത് എന്നുള്ള കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം സ്വാഭാവികമായിട്ടും നാളെ ഉണ്ടാകും. നിലവിൽ അവിടെ ഒരു പ്രതിഷേധ സാഹചര്യമില്ല. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്, തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആക്രമണം TR&T എസ്റ്റേറ്റിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിഷമിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വരുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ രാഹുൽ വിജയൻ നൽകുകയായിരുന്നു. ഇടുക്കിയിലെ പെരുവന്താനം കൊമ്പൻപാറയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചത്. നെല്ലിവിള പുത്തൻവീട്ടിൽ സോഫിയ ഇസ്മായിലിനാണ് ജീവൻ നഷ്ടമായത്. TR&T എസ്റ്റേറ്റിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഈ പ്രദേശം സ്ഥിരമായി കാട്ടാന ആക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. അവർക്ക് നിശബ്ദമായ പ്രതിഷേധമുണ്ട്. അവർ നിരവധി തവണ ഈ കാര്യങ്ങൾ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. കാട്ടാന ശല്യം രൂക്ഷമായ ഒരു പ്രദേശത്താണ് TR&T എസ്റ്റേറ്റ്. ഈ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് സോഫിയ ഇസ്മായിലിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ആ വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്.